ഹായ് ഗൈസ്. അപ്പം നമ്മളിന്നലെ പറഞ്ഞായിരുന്നു ഇന്നലെ ഗുഡ് ബോർഡ് അഗ്ലിയും കൂടെ കാണാൻ പോകുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കാണ് നമ്മൾ കാണാൻ പോയത്. അരിപ്പാടാണ് കാണാൻ പോയത്. ഇവിടെ കായംകുളത്തും കറ്റാനത്തും ഒന്നും റിലീസില്ലായിരുന്നു. ഇന്നലെ 10 മണിക്കാണ് പോയത്. അതാണ് ഇന്നലെ രാത്രി ഇടാനും പിന്നെ റിവ്യൂ. ഇന്നിപ്പോൾ നമ്മൾ വിഷുവിന് റിലീസായ 4ാമത്തെ ചിത്രവും കണ്ട്. ജിങ്കാന, മരണമാസ്, ബസൂക്ക, ഇപ്പം ഗുഡ് ബോർഡ് അഗ്ലിയും കണ്ട്. അപ്പം നമ്മുടെ വിഷു റിലീസ് 4 കണ്ടു കഴിഞ്ഞു. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തമിഴിൻ്റെ തല അജിത്തിനെ നായകനാക്കി രവീന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ജി വി പ്രകാശ് കുമാറാണ് മ്യൂസിക്കിൽ. അപ്പം പടത്തിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ആദിക് രവീന്ദ്രൻ്റെ മുൻ ചിത്രമായ മാർക്ക് ആൻ്റണി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ഏകദേശം ഒരു ധാരണ എങ്ങനെ എടുത്തേക്കുന്നതൊരു ക്ലിയർ കിട്ടും. ഇപ്പം അജിത് ഫാൻസിന് ഇതൊരു 2-3 തവണ കണ്ടാലും അവർക്ക് മുതലാവും. കാരണം അജിത് ഫാൻസിന് അതേ കൂട്ട് മുതലാകും ഈ പടം. ബാക്കി നോർമൽ ആൾക്കാർക്ക് എങ്ങനെ കണക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. കാരണം ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ അജിത്തിൻ്റെ ഒരു ഫുൾ ഷോ ആണ്. ഇതിപ്പോൾ ഒരു ടൈറ്റിൽ കാർഡ്, അതായത് അജിത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ കാർഡ് തൊട്ട് ഒരു ഫാൻ ബോയ് അവർ ഐഡലിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക, അതേ കൂട്ട് അജിത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ കാർഡ് തൊട്ട് പഴയ സിനിമകളുടെ കുറേ റെഫറൻസും സോങ്ങും എല്ലാം, പഴയ സിനിമകളിലെ റെഫറൻസും സോങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് മാർക്ക് ആൻ്റണി എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ പടവും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു അജിത്തിനെ അവർക്ക് ഇഷ്ടപ്പെടും. അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക്. കാരണം അജിത്തിൻ്റെ മുൻ ചിത്രമായ വിടാമുയർച്ചി, അങ്ങനെ മുമ്പോട്ടുള്ള ചിത്രങ്ങളെല്ലാം ഒരു പഴയ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു അജിത്തിനെ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അജിത്തിൻ്റെ ഒരു ഷോ ആണ്. ഒരു തലയുടെ വിളയാട്ടം എന്ന് പറയുന്ന തൊട്ട് ഫുൾ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. പുള്ളി വന്ന് നിൽക്കുമ്പോൾ തന്നെ അത്രയ്ക്കൊരു ഓറ ആ ഒരു സ്ക്രീന് കിട്ടുന്നത്. ഭയങ്കര സ്ക്രീൻ പ്രസൻസ്, പല ലുക്കുണ്ട്, എല്ലാ ലുക്കും അതിനകത്ത് അടിപൊളിയാണ്. കറക്റ്റ് ഒരു പുള്ളിയെ എങ്ങനെ അവരുടെ ഫാൻസിന് അല്ലെങ്കിൽ ആരാധകർക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ രീതിയിലാണ് പുള്ളിയെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇപ്പം മാർക്ക് ആൻ്റണി പോലെ തന്നെ കുറേ ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മൊത്തത്തിൽ ഒരു മസാല, ഒരു എൻ്റർടൈനർ, ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു എൻ്റർടൈനർ, ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് പടം എടുത്തേക്കുന്നത്. ഇപ്പം അജിത്തിൻ്റെ ഒരു ഫൈറ്റ് സീൻസും ബാക്കി സോങ്സും ഡാൻസും എല്ലാം. കാരണം കുറേ ഇപ്പം ഞാൻ ലാസ്റ്റ് വിടാമുയർച്ചി കണ്ടിട്ട് ആകെ എല്ലാവർക്കും ഇതായിരുന്നു. കാരണം അതിനകത്ത് ഞാനും പോയി കണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഇല്ലാത്ത ഒരു നായകനായിരുന്നു, ഒരു എനർജി ഇല്ലാത്ത, ഒരു ഇതില്ലാത്ത അജിത്തിൻ്റെ ഒരു മോശം റോളായിരുന്നു. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ എനർജറ്റിക്കാണ്. പുള്ളിയുടെ ഒരു ഒരു കഴിഞ്ഞാട്ടം ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫാൻസും എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെടും. കാരണം ആ രീതിയിലാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് ആണെങ്കിൽ എല്ലാ സംഭവവും പഴയ സിനിമ റെഫറൻസും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് ഒരു ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു നോർമൽ ഓഡിയൻസിന് ഇതെങ്ങനെ കണക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. പിന്നെ അത് കാണാൻ പോകുമ്പം ഈ ലോജിക്കും ബാക്കിയുള്ള കാര്യമെല്ലാം നമ്മൾ വെളിയിൽ വെച്ചിട്ട് വേണം പോയി കാണാൻ. കാരണം അങ്ങനെ ലോജിക്ക് വെച്ച് നോക്കി നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ലോജിക്കൊന്നുമില്ല. നമ്മൾ സാധാ ഒരു പടം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പോയി കാണുവാണെങ്കിൽ പടം ഇഷ്ടപ്പെടും. ഇതിനകത്ത് പറഞ്ഞാൽ കുറേ റെഫറൻസും കുറേ ഇതും വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഡോങ്ലി, പ്രൊഫസർ ജോൺ വിക്ക്, അങ്ങനത്തെ കുറേ റെഫറൻസ് വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം നോർമൽ ആൾക്കാർക്ക് കണക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. പിന്നെ അർജുൻ ദാസിൻ്റെ വില്ലനിസം, ഞാൻ ഇവർ രണ്ടുപേരുടെ ഒരു ഹീറോ വില്ലൻ കണ്ടപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. കാരണം രണ്ടുപേരുടെ സൗണ്ട് അമ്മാതിരി ബാസ് സൗണ്ട്. തമിഴിൽ ഇവർ രണ്ടുപേരുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതേ കൂട്ടത്തെ സൗണ്ടാണ്. അത് അമ്മാതിരി ബാസാണ് ഇവരുടെ സൗണ്ടിൻ്റെ ഇവരുടെ സൗണ്ടിൻ്റെ ആരാധകരുണ്ട് കുറേ. ഈ അർജുൻ ദാസിൻ്റെ വില്ലൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറേ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അർജുൻ ദാസിനും ഒന്നും വലിയ കാര്യമായ റോളൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഇത് നമ്മൾ വിചാരിക്കുന്നത് വേറൊരു രീതിയിലുള്ളൊരു, അതായത് മാർക്ക് ആൻ്റണിയൊക്കെ കൂട്ട് വേറൊരു ഫോർമാറ്റിലുള്ളൊരു പടം. ഫുള്ള് കോമഡിയും ആക്ഷനും ഇതുമായിട്ട് ഒരു ലോജിക്കും നോക്കാതെ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു ആവറേജ് അനുഭവമാണ് തന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തല ഫാൻസിന് അല്ലെങ്കിൽ അജിത്തിൻ്റെ ഒരു ഫുൾ ഷോ കാണണമെങ്കിൽ പടത്തിന് പോകണം. അതായത് ആ നല്ല രീതിയിൽ അജിത്ത് ഫുള്ള് ആ ലുക്കായാലും എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട്, ഫൈറ്റും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അജിത്തിൻ്റെ ഫാൻസിന് 1-2 തവണ കണ്ടാലും മടുക്കാത്ത രീതിയിലാണ് എടുത്തേക്കുന്നത്. ബാക്കി നോർമൽ ആൾക്കാർക്ക് ഇപ്പടം എത്രത്തോളം കണക്റ്റ് ആകുമെന്ന് അറിയത്തില്ല. എനിക്ക് വലുതായിട്ട് കണക്റ്റ് ആയില്ല. ഞാൻ അജിത്തിൻ്റെ പടം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മങ്കാത്ത ആ പടമൊക്കെ എനിക്കൊരു വില്ലനീസം, ഒരു നെഗറ്റീവ് ഷെയ്ഡ്
വരുന്ന പടമൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതും എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ കൊള്ളാം, അതേ ഉള്ളൂ. അജിത്തിൻ്റെ എന്താ പറയുക, അജിത്തിൻ്റെ പോർഷൻ എല്ലാം നൈസായിരുന്നു. ആ ഒരു അജിത്തിൻ്റെ ഒരു വൺ മാൻ ഷോ അത് ഇഷ്ടം ഉള്ളവർക്ക് പോയി ധൈര്യമായിട്ട് പോയി കാണാം. കാരണം ഫുള്ള് പുള്ളിയുടെ ഒരു വൺ മാൻ ഷോ ആണ്. അല്ലാതെ കഥയും കാര്യങ്ങളും ലോജിക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇപ്പം 4 പടവും കണ്ട്, ഇപ്പോൾ ഇന്നിപ്പോൾ വിഷു റിലീസായ 4 പടവും കണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം ഇതോട്ട് ഏത് പടം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനാലിറ്റിക്സ് തൊട്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇനിയുള്ള വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ശരിയാണ്.